ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ രാവിലെ നമ്മൾ പുതിയ വീട്ടിലോട്ട് മാറിയതിന് ശേഷം ആദ്യം തന്നെ വിളക്ക് കത്തിച്ചിട്ട് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് പാല് കാച്ചിട്ടേ ഉള്ളായിരുന്നു. ഇന്നാണ് പാചകം തുടങ്ങുന്നത് കേട്ടോ. ഇത് ഇച്ചിരി ലേറ്റായി വീഡിയോ. എൻ്റെ വീഡിയോസ് എല്ലാം എടുത്തു വെച്ചിട്ട് ഇതുപോലെ ലേറ്റ് ആകലാണ്. കാരണം നമ്മൾ ഇങ്ങോട്ട് മാറിയതിൻ്റെയൊക്കെ തിരക്കാണ്. ഇപ്പോഴും അടുക്കിപ്പിറക്കും, ഓരോന്ന് എടുത്ത് വെക്കലും, പിന്നെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്ന അവരുടെ ഒക്കെ കൂടെ ഉള്ളൊരു തിരക്കാണ്. പഠിക്കാനും ഒരുപാടുള്ളതൊക്കെ കൊണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഹാള്. അപ്പോൾ ഞാൻ ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അതിന് ശേഷം ഫുൾ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇത് കിച്ചണാണ് കേട്ടോ. അപ്പോൾ രാത്രിയിൽ തന്നെ ഏകദേശം കുറേയൊക്കെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ടതുകൊണ്ട്. ഇത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ, തിങ്കളാഴ്ചത്തെ അല്ല, ചൊവ്വാഴ്ച രാവിലത്തെയാണ്. ഇന്നിപ്പോൾ ദിവസം കുറച്ചായി, സാരമില്ല, വെള്ളിയാഴ്ചയായി, സാരമില്ല. ഞാൻ ഇച്ചിരി ലേറ്റായി പോയതായാലും വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ചോറ് വെക്കുകയാണ് കേട്ടോ. ചോറാണ് ആദ്യം എന്ന് വെക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അപ്പോൾ അരി അടുപ്പത്ത് ഇടുകയാണ്. പിന്നെ എന്താണ്, ഇവിടെ ഇപ്പം മഴയൊന്നുമില്ല കേട്ടോ, മഴയൊക്കെ മാറി ഇങ്ങനെ നിൽക്കുകയാണ്. ചില ദിവസങ്ങളിൽ ചെറുതായിട്ട് മഴ വന്നങ്ങ് പോകും കേട്ടോ. അങ്ങനെ വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അപ്പോൾ ചോറ് വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്ന് രാജേഷന് ജോലിക്ക് വേണം, പൊന്നുകുട്ടിക്കും കണ്ണൻകുട്ടനും ഒക്കെ പോകണം. അപ്പം ഞാൻ ആദ്യം നമ്മൾ പുതിയൊരു വീട്ടിലോട്ട് വേറൊരു വീട്ടിലോട്ട് മാറിയ ശേഷം അരി അടുപ്പത്തിടുമല്ലേ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കേട്ടോ അത് വെക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് അരി മതി കേട്ടോ ഞങ്ങൾക്കിവിടെ. റേഷനരിയാണ് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ എനിക്ക് ഒരു വീട് ഇങ്ങനെ വെക്കുവാണെങ്കിലും വീട് എടുക്കുവാണെങ്കിലും ഇങ്ങനെ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പം നമ്മുടെ അടുക്കളയിൽ വിൻഡോ ഉണ്ടാകണം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ പുറത്തോട്ടൊരിത് വേണമെന്നാണ് കേട്ടോ. അപ്പുറത്ത് ഒരു കുഞ്ഞു വഴിയുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു ചെറിയ കലിങ്കാണ്, പിന്നെ ഒരു വഴി. ആ രീതിയിലാണ് കേട്ടോ ആ ജനൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ. മതിലുണ്ട് അതിൻ്റെ അപ്പുറത്ത്. അപ്പോൾ ഈ അരിയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അരി അടുപ്പത്തിടണം. രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ 7:45, 7:40, 7:50 ആകുമ്പോൾ രാജേഷന് ഇവിടുന്ന് പോകണം കേട്ടോ. ഇവിടെ അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ചായ ഇടാനുള്ള പരിപാടികൾ, പിന്നെ ദോശ ഉണ്ടാക്കുന്നു. തിരക്കാണ് രാവിലെ രാജേഷന് ഒരു 7:50 ആകുമ്പോൾ പോകേണ്ടത് കൊണ്ട് ഞാൻ നല്ല തിരക്കായിരിക്കും. ചമ്മന്തി ഉണ്ടാക്കുന്നു. ഒന്നും ചെയ്യുന്നതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ കിഴങ്ങ് മെഴുക്കുവരട്ടി ചോറിന്, പിന്നെ ദോശ, ചമ്മന്തി ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങൾക്കും പോകണം എന്തായാലും. കുഞ്ഞുങ്ങൾക്ക് ഇവിടുന്ന് ഒരു 9:15 കഴിയുമ്പോൾ ഇറങ്ങിയാൽ മതി കേട്ടോ. 2 പേരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. എഴുന്നേക്കാൻ പറഞ്ഞിട്ട് 2 പേരും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ രാജേഷന് പോയതിന് ശേഷമേ ഞാൻ മക്കളെ ഉണർത്തത്തുള്ളൂ കേട്ടോ. അപ്പോൾ കിഴങ്ങ് മെഴുക്കുവരട്ടി, ഒരു മുട്ട ഓംപ്ലേറ്റ്, ചോറ്. ഇതാണ് ഇന്ന് രാജേഷൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ എന്തായാലും രാജേഷനൊന്ന് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അഴയൊക്കെ ഇല്ലേ, നമ്മുടെ പുറത്ത് തുണി വിരിക്കേണ്ട അഴയും കാര്യങ്ങളൊക്കെ ഒന്ന് കെട്ടണമായിരുന്നു. അപ്പോൾ ട്രെയിൻ എന്തായാലും ലേറ്റ് ആയതുകൊണ്ട് ആളെന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓഫീസിൽ കൊണ്ടുപോയിട്ടാണ് കഴിക്കാറ്. ഇന്നെന്തായാലും അവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ണൻകുട്ടൻ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ആ സമയമായപ്പോഴത്തേക്കും അറിഞ്ഞില്ല, പിന്നെയാണ് സമയം പോയത്. അഴയൊക്കെ കെട്ടി അങ്ങനെ നിന്നത് കൊണ്ട് ഇച്ചിരി സമയം അങ്ങ് പോയി കേട്ടോ. അപ്പോൾ അച്ഛൻ പോകാൻ നേരത്തെ 2 പേരും ടാറ്റയും കൊടുത്ത് നിൽക്കുകയാണ് കേട്ടോ അച്ഛനെ വിടാനായിട്ട്. ഇനി 2 പേരും കുളിച്ച് 2 പേരെയും സ്കൂളിൽ കൊണ്ട് വിടണം. പിന്നെ ഇപ്പോൾ രാജേഷനും പോവുകയാണ്. ഇനിയിപ്പോൾ ബസ്സിനെ പോക്ക് നടക്കത്തുള്ളൂ, ട്രെയിൻ കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് ഇനി ബസ്സിനായിരിക്കും പോകുന്നത്. അത് നടന്നു പോയാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ സ്റ്റോപ്പുണ്ട്. അവിടെ നിന്ന് നമുക്ക് എറണാകുളത്തോട്ട് ബസ് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. കമൻ്റ് ഇടാൻ ഞാൻ പറയുന്നില്ല, ആരും കമൻ്റ് ഇടാറില്ല അങ്ങനെ. അതുകൊണ്ട് ഞാൻ കമൻ്റ് ഇടുന്ന കാര്യം അധികം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ കമൻ്റ് ഇടുക, അത്രയും ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടനുള്ള ലഞ്ചും ടിഫിനും എല്ലാം റെഡിയാക്കി കേട്ടോ. കുറച്ച് ചോറും എന്തെങ്കിലും ഒരു കറിയും മതി കേട്ടോ. ആൾക്കങ്ങനെ കറിയൊന്നും ഒരുപാട് ഇഷ്ടമല്ല. ഒരു ബിസ്ക്കറ്റാണ് ഇന്ന് ഞാൻ ടിഫിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പേരും റെഡിയായിട്ടുണ്ട്. ഇനി 2 പേരെയും കൊണ്ട് വിട്ടിട്ട് വന്നിട്ടാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ സ്കൂളിൽ.
ഞാൻ രണ്ടുപേരെയും കൊണ്ടുപോയി വിട്ടിട്ട് വന്നിട്ടാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. കാരണം ഞാനും കൂടെ കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ട് അതിന് ശേഷം ഞാൻ കുറച്ച് തുണിയൊക്കെ കഴുകിയിട്ട് കേട്ടോ. വെയിലധികം കിട്ടത്തില്ല, അതൊരു ബുദ്ധിമുട്ടാണ്. എന്തായാലും ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ തുണി വിരിക്കണം, വെയിലധികം കിട്ടത്തില്ല. പിന്നെ അതേ കുറേ സാധനങ്ങൾ അടുക്കി പറക്കാൻ ഇനിയും പുറത്തിരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രണ്ട് വ്യൂ. ഞങ്ങളുടെ ഫ്രണ്ട് വശം ഇങ്ങനെയാണ് കേട്ടോ ഈ വീടിൻ്റെ. അപ്പോൾ ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളെ വിളിക്കാനൊക്കെ പോയി. അങ്ങനെ വിളിച്ചിട്ട് വന്ന് അവർക്ക് വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ദോശ കൊടുക്കുകയാണ്. കണ്ണൻകുട്ടൻ ബിസ്ക്കറ്റ് തിന്നുകയാണ് കേട്ടോ, ഒരു ക്രീം ബിസ്ക്കറ്റ്. അവന് ഭയങ്കര ഇഷ്ടമാണ് ക്രീം ബിസ്ക്കറ്റ്. ഞാൻ എപ്പോഴും മേടിക്കത്തില്ല ഞങ്ങളങ്ങനെ. അപ്പം ഇരിക്കുന്നത് കണ്ട അപ്പം ആൾക്ക് വേണം കേട്ടോ. അപ്പോൾ കഴിക്കുകയാണ്. ദോശ, രാവിലത്തെ ദോശയും ചമ്മന്തിയാണ് കേട്ടോ. രണ്ടുപേർക്കും ചൂടോടുകൂടി ചുട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ്. അതിനുശേഷം രണ്ടുപേരും കളിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും ഹാപ്പിയാണ്. കാരണം രണ്ടുപേർക്കും സുഖമായിട്ട് നിന്ന് കളിക്കാം. മേളിൽ ഷീറ്റും കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു ടൈലിൽ കിടന്ന് രണ്ടുപേർക്കും ഓടി കളിക്കാൻ പറ്റും. എന്തായാലും എൻ്റെതേ കുറച്ച് ചെടികളൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും അങ്ങനെ വലിയ രീതിയിലൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ കുറേ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതൊന്നും പിടിക്കുമെന്ന്. കാരണം ഇവിടെ വെയിൽ കിട്ടത്തില്ല. വെയിൽ വേണമല്ലോ, കുറച്ചെങ്കിലും വെയിലൊക്കെ വേണമല്ലോ ചെടിക്ക്. അതിനുശേഷം സന്ധ്യ ആയപ്പോൾ വിളക്ക് കത്തിച്ച് കേട്ടോ. ഇതൊക്കെ എന്നും നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. സന്ധ്യയായപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു. ഇനി അതിന് ശേഷം കുഞ്ഞുങ്ങൾ പഠിക്കണം. രണ്ടുപേരും പഠിച്ച് രാത്രിയിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അങ്ങനെ ഒരുപാട് വലിച്ചു നീട്ടിയൊന്നും ഞാൻ കാണിക്കുന്നില്ല. നല്ല നല്ല വീഡിയോസായിട്ടൊക്കെ വരുന്നതായിരിക്കും. ഇച്ചിരി ലേറ്റ് ആകും വീഡിയോസൊക്കെ വരാനായിട്ട്, കുറച്ച് ബിസി ആയതുകൊണ്ടാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ.